പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വലിയ നോമ്പിലെ 4-ാമത്തെ ഞായറാഴ്ച കർത്താവ് കാനാൻകാരി സ്ത്രീയുടെ മകളെ സുഖമാക്കിയ സുവിശേഷമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ച് കേൾക്കുന്നത്. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 20-ാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുക. ഈ കനാൻകാരി സ്ത്രീ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ടവളായിരുന്നു. ഇത് ഇസ്രായേലിന് പുറത്തുള്ള ഒരു പ്രദേശമായിരുന്നു. ടയർ, സീദോൻ എന്നീ പട്ടണങ്ങൾ. നാം വിചാരിക്കുന്ന പോലെ കാനാൻ നാട് ഒരു കാലത്ത് ഒരു കൊച്ചു രാജ്യമായിരുന്നില്ല. ഇന്നത്തെ ഇസ്രായേൽ, പലസ്തീന, സിറിയ, ലെബനോൻ, ജോർദാൻ, ഇത്രയും രാജ്യങ്ങളടങ്ങുന്ന ഒരു പ്രദേശത്തെയാണ് കാനാൻ നാട് എന്ന് വിളിച്ചിരുന്നത്. കാർമൽ മലയുടെ വടക്ക് വശത്തായി മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തുള്ള 2 പട്ടണങ്ങളായിരുന്നു ടയർ, സീദോൻ. ഇന്നത്തെ ലെബനോൻ്റെ വലിയ പട്ടണമായ ബെയ്റൂട്ടിൽ നിന്ന് 80 കിലോമീറ്റർ വടക്കാണ് ഈ പ്രദേശങ്ങൾ. ആദ്യകാലത്ത് തന്നെ, അതായത് ക്രിസ്തുവിന് മുമ്പ് 3000 വർഷം മുമ്പ് തന്നെ ഈ പ്രദേശങ്ങൾ പ്രസിദ്ധമായിരുന്നു. കക്ക കൊണ്ട്, ഷെൽ ഫിഷ് കൊണ്ട് പർപ്പിൾ ഡൈ ഉണ്ടാക്കുകയും അങ്ങനെ ഈ ഡൈ മുക്കിയ വസ്ത്രങ്ങൾ ലോകം മുഴുവൻ വിറ്റഴിക്കുകയും ചെയ്ത് വലിയ സമ്പത്തുണ്ടാക്കിയ 2 കൊച്ചു രാജ്യങ്ങൾ. അവർ കപ്പലോട്ടക്കാരായിരുന്നു, നാവികരായിരുന്നു. ശലോമോൻ പോലും അന്യരാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത് ലെബനോനിലെ ഈ കപ്പലോട്ടക്കാരെ ആശ്രയിച്ചാണ്. അവർ ശക്തരായിരുന്നു എന്നുള്ളത് ജോഷുവായുടെയും ന്യായാധിപന്മാരുടെയും പുസ്തകത്തിൽ നാം വായിക്കുന്നു. കാരണം അവരെ തോൽപ്പിക്കുക എളുപ്പമായിരുന്നില്ല. കർത്താവ് എന്തുകൊണ്ട് പുറജാതികളുടെ നാട്ടിൽ പോയി? മത്തായിയുടെ സുവിശേഷം 14-ലും 15-ലുമായിട്ട് 2 അപ്പം വർദ്ധിപ്പിക്കലുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരിടത്ത് 5000 പേരെയും
വേറൊരു സ്ഥലത്ത് 4000 പേർക്കും അവൻ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത വഴിയായി യേശുവിൻ്റെ പ്രശസ്തി വർദ്ധിച്ചു. അവനാണ് ഇസ്രായേലിൻ്റെ മെസ്സിയ, വരാനിരിക്കുന്ന രക്ഷകൻ എന്ന് ജനങ്ങളുടെ ഇടയിൽ സംസാരമുണ്ടായി. കർത്താവിന് ഉടനടി കാര്യം മനസ്സിലായി. അധികം പ്രശസ്തി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനടി പ്രീശന്മാരുടെയും സമുദായ പ്രമാണിമാരുടെയും ദ്വേഷം സമ്പാദിക്കാമെന്നുള്ളതല്ലാതെ ഒരുപക്ഷെ തൻ്റെ മരണത്തിന് തന്നെ കാരണമാകുന്നതായ സംഭവങ്ങൾ നടക്കാമെന്നുള്ളത് കൊണ്ട് യേശു എന്ത് ചെയ്തു? ഈ വിദൂരമായ നാട്ടിലേക്ക് സ്ഥലം വിടുകയാണ് ശിഷ്യന്മാരുമൊത്ത്. കർത്താവ് പലപ്പോഴും ഇതുപോലെ പിൻവാങ്ങിയിട്ടുണ്ട്. വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ഈ ശത്രുക്കളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് യേശു പിൻവാങ്ങിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. പിതാവ് നിശ്ചയിച്ച ഒരു സമയമുണ്ട് തൻ്റെ മരണത്തിന്. അത് പിതാവ് നിശ്ചയിച്ച സമയത്തിന് മുമ്പ് വരാൻ യേശു അനുവദിച്ചില്ല എന്നുള്ളത് ശരിയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7:24 പറയുന്നുണ്ട്, തന്നെ ആരും തിരിച്ചറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തൻ്റെ യാത്ര അനോണിമസ് ആയിരിക്കണം, ആരും തന്നെ തിരിച്ചറിയരുത് എന്ന് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു. എങ്കിലും ഒരു സ്ത്രീ യേശുവിനെ തിരിച്ചറിയും. അവള് വലിയ ഒരു ആവശ്യക്കാരിയായിരുന്നു. ഇസ്രായേലിൽ നിന്നുള്ള ഒരു പ്രവാചകൻ ആ വഴി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അവൾ ഉടനടി ആ നിമിഷം കൊണ്ട് അവൾ പ്രവർത്തിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമുണ്ട്. യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, നിങ്ങൾ പുറജാതികളുടെ ഇടയിൽ പോകരുത്. ആദ്യം നിങ്ങൾ പോകേണ്ടത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട മക്കളുടെ അടുത്തേക്കാണ്. അതുകൊണ്ട് ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ലക്ഷ്യം പുറജാതികളല്ല, ഇസ്രായേൽക്കാരാണ്. ഇസ്രായേൽക്കാർ കർത്താവിൻ്റെ സുവിശേഷം സ്വീകരിച്ചു കഴിഞ്ഞ് അവർ വഴി വേണം പുറജാതികളുടെ അടുക്കിലേക്ക് പോകാൻ എന്ന് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു. ഈ വേദഭാഗത്ത് യേശുവും സ്ത്രീയും തമ്മിലുള്ള ഒരു വാഗ്വാദം തന്നെയാണ്. നമ്മളതിനെ സ്പോർട്സ് ആൻഡ് ഗെയിംസിൻ്റെ ഒരു ടെർമിനോളജി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 100 മീറ്റേഴ്സ് ഹേർഡിൽസ് റേസ് പോലെ തോന്നും. അനേകം കടമ്പകൾ ചാടിക്കടക്കേണ്ട ഒരു ഓട്ടം. എന്തായിരുന്നു ഈ സ്ത്രീയെ സംബന്ധിച്ച് പ്രതിബന്ധങ്ങൾ? ആദ്യത്തെ റേഷ്യൽ ബാരിയറാണ്. ഇസ്രായേലിൻ്റെ രക്ഷകനാകുന്ന മെസ്സിയയുടെ മുമ്പിൽ അവൾക്ക് യാതൊരു ക്ലെയിമില്ല. 2 ജാതികൾ, മതങ്ങൾ വ്യത്യാസം. അതുകൊണ്ട് വലിയ പ്രവാചകന്റെ അടുത്ത് വരാൻ അവൾക്ക് യോഗ്യത തോന്നിയില്ല, റേഷ്യൽ ബാരിയർ. എങ്കിലും അവള് യഹൂദന്മാർ വിളിക്കുന്ന രീതിയിൽ വിളിച്ചു തുടങ്ങി, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. നമ്മൾ ഓർക്കുമെങ്കിൽ ജെറീക്കോയിലെ പിറവിക്കുരുടൻ കർത്താവിനെ വിളിച്ച അതേ പദപ്രയോഗമാണ്, യേശുവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. ഇത് പുരാതന സഭയുടെ, ആദിമ സഭയുടെ ഒരു പ്രാർത്ഥനയാണ്. അത് സുവിശേഷകൻ ഈ സ്ത്രീയുടെ അധരങ്ങളിലേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നു. അത് ഒറിജിനലായിട്ട് അവള് പ്രാർത്ഥിച്ചതാകാൻ നിവൃത്തിയില്ല. കാരണം അവൾക്ക് ദാവീദിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. എങ്കിലും ആദിമസഭ അത് ഫോർമുലേറ്റ് ചെയ്തപ്പോൾ
ഈ നറേഷൻ ഫോർമുലേറ്റ് ചെയ്തപ്പോൾ കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ പ്രതിബന്ധം, ദ സൈലൻസ് ഓഫ് ജീസസ്. കർത്താവ് ഒരു വാക്ക് പോലും മറുപടി പറഞ്ഞില്ല. മറ്റുള്ളവരുടെ സൈലൻസ് പോലും നമുക്കൊരു പ്രതിബന്ധമാണ്. മൂന്നാമത്തെ പ്രതിബന്ധം ശിഷ്യന്മാരായിരുന്നു. ഈ കരഞ്ഞ് പുറകെ വരുന്ന സ്ത്രീയുടെ കാര്യത്തിൽ അവർക്ക് സിമ്പതിയല്ല. അവർ പറയുന്നത്, ഷീസ് എ നോയിസൻസ്, സെൻഡ് ഹെർ എവേ, ഷീസ് എ നോയിസൻസ്. അവള് എന്തുകൊണ്ട് നമ്മുടെ പുറകെ കരഞ്ഞു വരണം? അവളെ പറഞ്ഞയക്കുക, ആവശ്യം പരിഹരിച്ചു കൊടുക്കണം എന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയല്ല, ശല്യക്കാരെ പറഞ്ഞു വിടുക. അവള് വിട്ടില്ല. അവള് വീണ്ടും കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. അവള് വിട്ടില്ല. ഇവിടെ മക്കൾ ഇസ്രായേൽക്കാരാണ്, നായ്ക്കൾ അല്ലെ നായ്ക്കുട്ടികൾ പുറജാതികളാണ് എന്നുള്ള സങ്കല്പത്തിലാണ്. പക്ഷേ അവൾ പറഞ്ഞു, നായ്ക്കുട്ടികളും യജമാനന്മാരുടെ തീന്മേശയിൽ നിന്നുള്ള അപ്പക്കഷണങ്ങൾ ഭക്ഷിച്ചാണല്ലോ ജീവിക്കുക. മക്കൾക്കുള്ള അപ്പം എടുത്ത് തരണമെന്ന് നിർബന്ധമില്ല, അതിൻ്റെ വേസ്റ്റ് കിട്ടിയാൽ മതി. നമ്മൾ സ്വയം ചോദിച്ചു പോവുകയാണ്, കർത്താവ് അവളെ ഒരുപക്ഷെ ടീസ് ചെയ്ത, അവളെ പ്രകോപിപ്പിച്ച ഒരു കാര്യമാണ് നായ്ക്കൾ എന്നുള്ള പ്രയോഗം. അവൾ അതേ പ്രയോഗം എടുത്ത് ഇവിടെ യേശുവിനെ തോൽപ്പിക്കുകയാണ്. മക്കൾക്കുള്ളത് ഞാൻ ചോദിക്കുന്നില്ല, നായ്ക്കൾക്കുള്ള അപ്പക്കഷണങ്ങൾ മതി എന്ന്. അവിടെ ഈ ഹേർഡിൽസ് റേസിൽ ഫൈനൽ വിക്ടറി സ്ത്രീക്കായിരുന്നു. യേശു പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നിമിഷത്തിൽ തന്നെ സൗഖ്യം നടന്നു. യേശു ഈ പുറജാതിയുടെ വിശ്വാസത്തെ പ്രകീർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലുള്ള വിശ്വാസം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നമുക്ക് ചോദിക്കാം, യേശു തൻ്റെ ആദ്യത്തെ പദ്ധതിയിൽ നിന്ന് ഒരു നമ്പർ 2 പ്രോജക്റ്റ് എന്തിനെടുത്തു? ആദ്യ ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് കർത്താവ് തിരുത്തി? സ്വർഗരാജ്യത്തിൻ്റെ ഈ വലിയ പ്രയാണം കർത്താവിൻ്റെ കാലത്ത് തന്നെ നടക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ. യേശു യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ താൻ സാധാരണ പോകുന്ന റൂട്ടിൽ നിന്ന് മാറി സമറിയയിലൂടെ യാത്ര ചെയ്യുകയും സമറിയക്കാരി സ്ത്രീയോട് സംസാരിച്ച് അവളെ ബോധ്യപ്പെടുത്തി അവളെ ഒരു മിഷണറിയാക്കി മാറ്റിയത്. അതുപോലെ ഈ പുറജാതിക്കാരി സ്ത്രീയെയും അവളുടെ ആവശ്യത്തെ യേശു വളരെ അനുഭാവത്തോടെ പരിഗണിക്കുകയും അവളെ നേടിയെടുക്കുന്നത് വഴിയായി ആ പ്രദേശത്തെ മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. യേശു അവളുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. ശിഷ്യന്മാർ തന്നെ ഒരിക്കൽ കൊടുങ്കാറ്റിൽപ്പെട്ടപ്പോൾ അവർ അലറി വിളിച്ചു, കർത്താവേ, ഞങ്ങളിപ്പോൾ ഈ ആഴിയുടെ ആഴത്തിലേക്ക് താണുപോകും. കർത്താവ് പറഞ്ഞു, യു മെൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. ഇവിടെ സ്ത്രീയോട് പറഞ്ഞത്, സ്ത്രീയെ, യു ഹാവ് എ ഗ്രേറ്റ് ഫെയ്ത്ത്. അപ്പോൾ ലിറ്റിൽ ഫെയ്ത്തും ഗ്രേറ്റ് ഫെയ്ത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
നമ്മൾ വിചാരിക്കണം, ഈ സ്ത്രീക്ക് ഒരിക്കലും പരമ്പരാഗത വിശ്വാസമില്ലായിരുന്നു. അവളുടെ വിശ്വാസം ഒരുപക്ഷെ അന്ധവിശ്വാസമായി. ക്നാനായക്കാരുടെ ദേവന്മാർ ബാൽ, ദാഗോൺ, അഷേറ, അസ്താർത്തെ. ബാലും ദാഗോണും ദേവന്മാരും അഷേറ, അസ്താർത്തെ ദേവികളുമായിരുന്നു. ക്നാനായക്കാരെ ശീലിച്ചിരുന്നത് വിഗ്രഹാരാധനയാണ്. അവരുടെ ഇടയിൽ ഫെർട്ടിലിറ്റി കൾട്ട്, അതായത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും കൃഷിക്കും ഒക്കെ ഫലസമൃദ്ധി ഉണ്ടാകുവാനായിട്ട് പ്രത്യേകമായ ബലികളുണ്ടായിരുന്നു. പുരാതന ഭാരതത്തിൽ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നതുപോലെ അവരുടെ അമ്പലങ്ങളിലും ഇതുപോലുള്ള അധാർമികമായ പല കാര്യങ്ങളും നടന്നിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു കറപ്റ്റിംഗ് ഫോഴ്സായിരുന്നു. സത്യദൈവമായ യഹ്വേയിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവരെ വ്യതിചലനം വരുത്തുന്ന ഒരു വലിയ കറപ്റ്റിംഗ് ഫോഴ്സായിരുന്നു ഈ കാനനൈറ്റ് കൾച്ചർ. അതിനാൽ ഈ സ്ത്രീയുടെ വിശ്വാസം എന്തുകൊണ്ട് വലുതായി? ഒന്ന്, അവളുടെ പശ്ചാത്തലം മോശമായിരുന്നു എങ്കിലും അവൾ അതിനെ അതിജീവിച്ചു. രണ്ട്, സഹനത്തിൻ്റെ തീച്ചൂളയിൽ അവളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു. ഉലയിൽ സ്വർണം എന്നതുപോലെ അവൾ തിളങ്ങി പുറത്തു വന്നു. കാരണം അവൾ അനേകം കടമ്പകൾ ചാടിക്കടക്കാനുണ്ടായി. കർത്താവ് നല്ല ശമറിയക്കാരൻ്റെ പ്രകീർത്തിച്ചു. 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തതിൽ ഒരാൾ മാത്രം തിരികെ വന്ന് നന്ദി പറഞ്ഞു. അവൻ ഒരു സമറിയക്കാരനായിരുന്നു. കർത്താവിൻ്റെ വേറൊരു അത്ഭുതം, സെഞ്ചൂറിയൻ്റെ സേവകനെ സുഖപ്പെടുത്തിയതാണ്. സെഞ്ചൂറിയൻ എന്ന് പറഞ്ഞാൽ റോമൻ പടയാളിയാണ്, 100 പട്ടാളക്കാരുടെ ചാർജുള്ളവൻ. പിന്നെ ഈ സ്ത്രീ, ഇവരുടെ എല്ലാം വിശ്വാസം യേശു പ്രകീർത്തിച്ചു. നമ്മുടെ വിശ്വാസം കർത്താവ് പ്രകീർത്തിക്കുമോ? ഇതാണ് ചോദ്യം. ആർ വി ഓഫ് ലിറ്റിൽ ഫെയ്ത്ത് ഓർ ഓഫ് ഗ്രേറ്റ് ഫെയ്ത്ത്? നമുക്ക് ഈ നോമ്പ് കാലത്ത് അതിന് പ്രത്യുത്തരം നൽകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.